കൂട്ടുകാരെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 17 മെയ് 2025 നടന്ന കേരള PSCയുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് നോക്കാം. 51ാമത്തെ ചോദ്യം, 1+3+5+ എക്സെട്ര n പദങ്ങൾ ഹോൾ ഡിവൈഡഡ് ബൈ 1+2+3+ എക്സെട്ര n പദങ്ങൾ ഇസ് ഈക്വൽ ടു 12/7 ആയാൽ n-ൻ്റെ വില എത്ര? നമുക്കറിയാം, ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക n² ആണ്. അതുപോലെ ആദ്യത്തെ n നമ്പേഴ്സ് ഓഫ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഇസ് ഈക്വൽ ടു n × n+1/2. സോ ഇത് രണ്ടും നമ്മൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ n² ഡിവൈഡഡ് ബൈ n × n+1/2 എന്ന് കിട്ടും. സോ ഇതിന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഒരു n പോയി 2n ഡിവൈഡ് ബൈ n+1 എന്ന് കിട്ടും. ഈ 2n/n+1 ആണ് നമുക്ക് 12/7 ആയിട്ട് തന്നിട്ടുള്ളത്. സോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് 14n ഈസ് ഈക്വൽ ടു 12 × n+1 എന്ന് കിട്ടും. ഈ 12 നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 12n + 12 എന്ന് കിട്ടും. റൈറ്റ് സൈഡിലുള്ള 12n ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ -12n ആയിട്ട് കിട്ടും. സോ 14n - 12n ഈസ് ഈക്വൽ ടു 12. 2n ഈസ് ഈക്വൽ ടു 12. സോ n ഈസ് ഈക്വൽ ടു 6. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. 52ാമത്തെ ചോദ്യം, ഒരാൾ ഒരു ഡസൻ ബാഗുകൾ 4920 രൂപയ്ക്ക് വിറ്റപ്പോൾ 18% നഷ്ടമുണ്ടായി. 15% ലാഭം അയാൾക്ക് കിട്ടണമെങ്കിൽ ഓരോ ബാഗും എത്ര രൂപയ്ക്ക് വിൽക്കണം? അയാൾ വിറ്റത് എത്ര രൂപയ്ക്കാണ്? 4920 രൂപയ്ക്കാണ്. ഇയാൾ വിറ്റപ്പോൾ ഇയാൾക്ക് 18% നഷ്ടം വന്നു. അതായത് 100% നിന്നും 18% കുറക്കുക. അപ്പോൾ 82%. സോ 82% പുള്ളി വിറ്റത്. കോസ്റ്റ് പ്രൈസിൻ്റെ 82%ത്തിലാണ് പുള്ളി ആ ബാഗുകൾ സെല്ല് ചെയ്തിരിക്കുന്നത്. സോ 18% ലോസ് എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് വരിക 82% ഓഫ് കോസ്റ്റ് പ്രൈസ്. സോ നമുക്ക് തന്നിട്ടുണ്ട് 4920 ആണെന്ന്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടും 100/82 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ്. സോ നമുക്കത് കിട്ടുക 6000 രൂപയാണ്. അതായത് ഒരു ഡസൻ ബാഗിൻ്റെ ആക്ച്വൽ വില 6000 രൂപ. ഇനി സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക. അടുത്തത്, 15% ലാഭം അയാൾക്ക് കിട്ടണമെങ്കിൽ എത്ര പൈസക്ക് വിൽക്കണമെന്നാണ് ചോദ്യം. സോ 15% ലാഭത്തിന് ഏത് വസ്തു വിൽക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞത് 100%നോട് അതിൻ്റെ 15% കൂട്ടിയതായിരിക്കും. 15% പ്രോഫിറ്റ് കൂട്ടിയതായിരിക്കും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 115 ഡിവൈഡ് ബൈ 100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ്. സോ നമുക്ക് കോസ്റ്റ് പ്രൈസ് നേരത്തെ കിട്ടി 6000. സോ നമുക്കിത് കിട്ടും 6900 രൂപ. സോ സെല്ലിംഗ് പ്രൈസ് ഓഫ് 1 ഡസൻ ബാഗാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് ഓരോ ബാഗും എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ്. സോ നമുക്കറിയാം, ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണമാണ് അല്ലേ? 12 എണ്ണം. അപ്പോൾ ഒരെണ്ണത്തിന് എത്ര രൂപയ്ക്ക് വിൽക്കണം? 12 എണ്ണം 6900 രൂപയ്ക്ക് വിൽക്കണമെങ്കിൽ ഒരെണ്ണം 6900 ഡിവൈഡ് ബൈ 12, അതായത് 575 രൂപയ്ക്ക് വിൽക്കണം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. 53ാമത്തെ ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണ്. 10⁻x × 4 ഡിവൈഡ് ബൈ 5⁻x ഈസ് ഈക്വൽ ടു 2⁸ ആയാൽ എക്സിൻ്റെ വില എത്ര? സിമ്പിൾ ചോദ്യമല്ലേ? 10നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 5 എന്ന് എഴുതാം. അപ്പോൾ 2 × 5 6 എന്ന് വരും. 4നെ 2 × 2 എന്ന് എഴുതാം. അപ്പോൾ നമുക്കൊരു മുകളിൽ കാണുന്ന ഒരു 2⁻xഉം പിന്നെ 2ഉം 2ഉം അവിടെയുണ്ട്. 5⁻xഉം ന്യൂമറേറ്ററിലെ 5⁻xഉം ഡിനോമിനേറ്ററിലെ 5⁻xഉം ക്യാൻസൽ ചെയ്യാം. സോ ബാക്കിയുള്ളത് 2⁻x ഇൻറ്റു 2 × 2. സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 2⁻x + 2. അത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 2⁸. സോ x + 2 ഈസ് ഈക്വൽ ടു 8. സോ x ഈക്വൽ ടു 8 - 2 വിച്ച് ഈസ് 6. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. 54ാം ചോദ്യം, രാജുവിന് ഒരു പരീക്ഷയ്ക്ക് 455 മാർക്ക് കിട്ടി. ഇത് ആകെ മാർക്കിൻ്റെ 91% ആയാൽ ആകെ മാർക്ക് എത്ര? സിമ്പിൾ ചോദ്യമല്ലേ? 455 എന്ന് പറയുന്നത് 91% ഓഫ് ടോട്ടൽ മാർക്സ് ആണ്. അതായത് ടോട്ടൽ മാർക്കിൻ്റെ 91%മാണ് 455. ഇത് ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മാത്രം മതി. സോ ദ ടോട്ടൽ മാർക്സ് വിൽ ബി 100/91 ഇൻറ്റു 455. സോ ദ ആൻസർ വിൽ ബി 500. ഓപ്ഷൻ ബി. 55ാമത്തെ ചോദ്യം, സാമാന്തരികം ABCDയിൽ AB, AD എന്നീ വശങ്ങളിലേക്കുള്ള ലംബങ്ങൾ യഥാക്രമം 5 സെൻറ്റിമീറ്റർ 20 സെൻറ്റിമീറ്ററും ആണ്. സാമാന്തരികത്തിൻ്റെ വിസ്തീർണം 160 cm² ആയാൽ അതിൻ്റെ ചുറ്റളവ് എത്ര? നമുക്കറിയാം, സാമാന്തരികം എന്ന് വെച്ചാൽ എന്താണ്?
അതിൻ്റെ രണ്ട് സൈഡുകളും പാരലലാണ്. ഇപ്പോൾ ഈ സാമാന്തരികത്തിൽ എ ബി ഡി സി പാരലാണ്, എ ഡി ബി സി പാരലലാണ്. സോ നമുക്ക് നോക്കാം. സാമാന്തരികത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് ഇൻറ്റു ആ ബേസിലേക്ക് വരക്കുന്ന ലംബത്തിൻ്റെ ഹൈറ്റാണ്. സോ നമ്മളിപ്പം ബേസ് എ ബി ആണെങ്കിൽ, ഇപ്പോൾ ബ്ലൂ കളർ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ എ ബി ആണ് ബേസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് നമുക്ക് വേണ്ട ഹൈറ്റ്. സോ നമുക്കത് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. എ ബിയിലേക്കുള്ളത് 5ഉം എ ഡിയിലേക്കുള്ളത് 20 സെൻറ്റിമീറ്ററുമാണ് തന്നിട്ടുണ്ട്. സോ എ ബി നമ്മൾ ആദ്യം ബേസ് ആയിട്ട് എടുക്കുമ്പോൾ 160 എ ബി ഇൻറ്റു എ ബിയിലേക്കുള്ള ലംബത്തിൻ്റെ ഹൈറ്റ്. സോ 160 എ ബി ഇൻറ്റു 5. അപ്പോൾ നമുക്ക് എ ബി കിട്ടും. എത്രയാണ്? 160 ഡിവൈഡ് ബൈ 5 വിച്ച് ഈസ് ഈക്വൽ ടു 32 സെൻറ്റിമീറ്റർ. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. എ ഡി എന്ന വശത്തിലേക്കുള്ള ലംബത്തിൻ്റെ നീളവും തന്നിട്ടുണ്ടല്ലോ. സോ എ ഡി ആണ് നമ്മൾ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏരിയ എത്ര വരും? ഏരിയ ഈസ് ഈക്വൽ ടു എ ഡി ഇൻറ്റു എ ഡിയിലേക്കുള്ള ലംബം. സോ എ ഡിയിലേക്കുള്ള ലംബം എത്രയാണ്? 20 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ എ ഡി ഈസ് ഈക്വൽ ടു 160 ഡിവൈഡ് ബൈ 20 വിച്ച് ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. സോ നമുക്ക് എ ബിയും കിട്ടി, എ ഡിയും കിട്ടി. എ ബി തന്നെയല്ലേ സി ഡിയും? എ ഡി തന്നെയല്ലേ ബി സിയും? സോ പെരിമീറ്റർ എന്താണ് വരിക? എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് എ ഡി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എ ബി തന്നെയാണ് സി ഡി, ദെൻ ബി സി തന്നെയാണ് എ ഡി. സോ 2 ടൈംസ് എ ബി പ്ലസ് ബി സി. സോ 2 ടൈംസ് 32 പ്ലസ് 8 വിച്ച് ഈസ് ഈക്വൽ ടു 80 സെൻറ്റിമീറ്റർ. ആൻസർ ഓപ്ഷൻ സി. 56ാമത്തെ ചോദ്യം എളുപ്പമാണ്. ഒറ്റയാനെ കണ്ടെത്തുക. 8, 27, 64, 100, 125, 216, 343. നമുക്ക് എന്തെങ്കിലും ഒരു കോമൺ ഫോർമുല ഇതിനകത്ത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. സോ 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് അല്ലേ? അതെ, 8 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2. 27 എന്ന് പറഞ്ഞാലോ 3 ക്യൂബ്. 64 4 ക്യൂബ്. 125 ആണെങ്കിൽ 5 ക്യൂബ്. 216 ആണെങ്കിൽ 6 ക്യൂബ്. 343 ആണെങ്കിൽ 7 ക്യൂബ്. സോ ഇവിടെ ഒറ്റയാൻ ഏതാണ്? 100, അതായത് ഓപ്ഷൻ ബി. 57ാമത്തെ ചോദ്യം. 2018 ജനുവരി 1 തിങ്കളായാൽ 2022 ജനുവരി 1 ഏത് ദിവസം വരും? ഇതാണ് ചോദ്യം. 2018 ജനുവരി 1 തിങ്കളാഴ്ചയാണെന്ന് തന്നിട്ടുണ്ട്. 2022 ജനുവരി 1 എപ്പോഴാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അതായത് 2018ഉം 2022നും ഇടയിൽ 4 വർഷത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. സോ ഈ 4 വർഷത്തിൽ എവിടെയെങ്കിലും ലീപ്പ് ഇയർ വരുന്നുണ്ടോ എന്ന് ആദ്യം കണ്ടെത്തുക. നമുക്കറിയാം, ഒരു ലീപ്പ് ഇയർ അല്ലാത്ത 2 വർഷം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ വർഷം ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ അടുത്ത വർഷം ജനുവരി 1 ചൊവ്വാഴ്ചയായിരിക്കും. ഒരു ദിവസം അങ്ങോട്ടേക്ക് പോകും. സോ ലീപ്പ് ഇയർ ഉണ്ടെങ്കിൽ ഒരു ദിവസമല്ല 2 ദിവസം പോകും. +2 ചെയ്യേണ്ടി വരും. അതായത് ഈ വർഷം ലീപ്പ് ഇയർ ആണെന്ന് ഇരിക്കട്ടെ. ഈ വർഷം ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ അടുത്ത വർഷം ജനുവരി 1 എപ്പോഴായിരിക്കും? ചൊവ്വാഴ്ചയാണ് ആവേണ്ടത് ലീപ്പ് ഇയർ അല്ലെങ്കിൽ. പക്ഷേ ലീപ്പ് ഇയർ ആയതുകൊണ്ട് ആ ദിവസം ബുധനാഴ്ചയായി മാറും. അതാണ് ലീപ്പ് ഇയർ ഉണ്ടോ എന്ന് നോക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. സോ നമുക്കറിയാം ഏതൊക്കെ ലീപ്പ് ഇയർ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. 2018, 19, 20, 21. ഇതിനകത്ത് 20 മാത്രമാണ് ലീപ്പ് ഇയർ ഉള്ളത്. സോ നമുക്ക് അഡീഷണൽ ആഡ് ചെയ്യേണ്ട ഡേയ്സ് എത്രയാണ് എങ്ങനെ കണ്ടുപിടിക്കാം? 2018 നോർമൽ ഇയർ ആണ്, ഒരു ദിവസം ആഡ് ചെയ്യണം. 2019 നോർമൽ ഇയർ ആണ്, ഒരു ദിവസം ആഡ് ചെയ്യണം. 2020 ഒരു ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ എന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അതൊരു ലീപ്പ് ഇയർ ആണ്. സോ +2 ചെയ്യണം. 2021 ഒരു നോൺ ലീപ്പ് ഇയർ ആണ്, സാധാരണ ഇയർ ആണ്. സോ +1. അങ്ങനെ ടോട്ടൽ 5 ഡേ ആഡ് ചെയ്യണം. സോ നമുക്ക് ഓൾറെഡി അറിയാം 2018 ജനുവരി 1 മൺഡേ ആണ്. അതിൻ്റെ കൂടെ 5 ദിവസം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം സാറ്റർഡേ എന്ന് കിട്ടും. ഓപ്ഷൻ സി. 58 വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക. 3, 7, 16, 35, 74. സോ എഗെയിൻ നമുക്കിത് ഏതെങ്കിലും കോമൺ ഫോർമുല ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. 7 എന്ന് പറഞ്ഞാൽ 3ൻ്റെ ഇരട്ടിയോട് 1 കൂട്ടിയതാണ്. 16 എന്ന് പറഞ്ഞാൽ ആ 7ൻ്റെ ഇരട്ടിയോട് 2 കൂട്ടിയതാണ്. അപ്പോൾ 35ഓ? 16ൻ്റെ ഇരട്ടിയോട് 3 കൂട്ടി. അപ്പോൾ 74. 35ൻ്റെ ഇരട്ടിയോട് 4 കൂട്ടി. അപ്പോൾ അടുത്ത നമ്പർ എത്രയായിരിക്കണം? 74ൻ്റെ ഇരട്ടിയോട് 5 കൂട്ടിയാൽ പോരെ? അതെ, 74ൻ്റെ ഇരട്ടിയോട് 5 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 148 + 5 = 153. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ.
59ാമത്തെ ചോദ്യം, പ്ലസ് എന്നത് ഗുണനത്തെയും മൈനസ് എന്നത് ഹരണത്തെയും ഇൻറ്റു എന്നത് സബ്ട്രാക്ഷനെയും ഡിവിഷൻ എന്നത് അഡീഷനെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ 25 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 900 മൈനസ് 90 ഇൻറ്റു 100ൻ്റെ വില എത്രയാണ്? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. സോ നമുക്കിങ്ങനെ കിട്ടും 25 ഇൻറ്റു 5 പ്ലസ് 900 ഡിവൈഡഡ് ബൈ 90 മൈനസ് 100. സോ 25 ഇൻറ്റു 5 125 ആണ്, 900 ബൈ 90 10 ആണ്, മൈനസ് 100. സോ ദ ആൻസർ ഈസ് 35, ഓപ്ഷൻ ബി. 60ാമത്തെ ചോദ്യം, ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ കാറ്റ് എന്നത് 9 ആയും ഡിയർ എന്നത് 11 ആയും കോഡ് ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ കോഡ് ഭാഷയിൽ എലിഫൻ്റ് എന്നത് എങ്ങനെ രേഖപ്പെടുത്തും? ഇതും വളരെ സിമ്പിളാണ്. നമ്മൾ ഓരോ ആൽഫബറ്റ്സിനും ഓരോ നമ്പർ അസൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഇത് വേറൊരു രീതിയിലാണ് ഇതിൻ്റെ റൂൾ വരുന്നത്. സോ കാറ്റ് എന്ന് പറഞ്ഞാൽ 9 ആണ്, ഡിയർ എന്ന് പറഞ്ഞാൽ 11 ആണ്. നമുക്കിനി ഇതിൻ്റെ റൂൾ എന്താണെന്ന് നോക്കാം. സോ കാറ്റ് എന്ന് എഴുതുമ്പോൾ എത്ര ആൽഫബറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്? 3 ആൽഫബറ്റ്സ്. അപ്പോൾ 3ൻ്റെ ഇരട്ടിയോട് 3 കൂട്ടി 9 കിട്ടി. അതുപോലെ ഡിയർ ആണെങ്കിൽ 4 ആൽഫബറ്റ്സ്. അപ്പോൾ 4ൻ്റെ ഇരട്ടിയോട് 3 കൂട്ടി 11 കിട്ടി. അങ്ങനെയാണെങ്കിൽ എലിഫൻ്റ് എങ്ങനെ വരും? എലിഫൻറ്റിൽ എത്ര ആൽഫബറ്റ്സ് ഉണ്ട്? 8 ആൽഫബറ്റ്സ്. അപ്പോൾ 8ൻ്റെ ഇരട്ടിയോട് 3 കൂട്ടിയാൽ മതി. 8ൻ്റെ ഇരട്ടി എന്ന് വെച്ചാൽ 16, 16നോട് 3 കൂട്ടി 19. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 19. Thank you guys for watching.